ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് വന്നത്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ കുറേ ദിവസമായിട്ടോ വിചാരിക്കുന്നു. കാരണം എന്താ വീഡിയോ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടന്റ് ക്ഷാമമാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇത് ഓർമ്മയിലേക്ക് വന്നത്. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയൊരു സീസണും കൂടിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതും കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റാഫിലാണ്. ഈ ഒരു സെറ്റാഫിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ സ്കിന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അങ്ങനെ പ്രത്യേകിച്ച് കലകൾ എന്ന് പറഞ്ഞാൽ ചെറിയ 1-2 കലകൾ ഇവിടെ ഉണ്ട്. അല്ലാണ്ട് പൊതുവേ അങ്ങനെ കലകളൊക്കെ കുറവാണ്. പിമ്പിൾസ് ഉണ്ടായിരുന്നു, അതേപോലെ എന്താ പറയുക, കുറച്ചൊക്കെ ഡ്രൈനെസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഒരു നോർമൽ സ്കിന്നാണ്, പക്ഷെ എങ്കിൽ കൂടി വളരെ സെൻസിറ്റീവ് ആണ് കേട്ടോ. ചില കാര്യങ്ങളൊക്കെ സ്കിന്നിൽ തൊടുമ്പോഴത്തേക്ക് തന്നെ അലർജിക് ആവും. അതിപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ആവണമെന്നൊന്നുമില്ല. ഇനി ഫുഡാണെങ്കിലും എന്തെങ്കിലും ഒന്നും, നമ്മളൊരു ഇലകളൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, പുറത്തുള്ള പൂക്കൾ, അങ്ങനെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തന്നെ സ്കിന്ന് തടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ പൊതുവേ ചില മോയ്സ്ചറൈസർ അതേപോലെ സൺസ്ക്രീൻ ഒന്നും അങ്ങനെ പിടിക്കാറില്ല. കാരണം ഉപയോഗിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വേർത്തൊലിക്കുക, ഇച്ചിങ്, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു സെറ്റാഫിൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ സെറ്റാഫിൽ എന്ന് പറയുന്നത്. കാരണം ഒരു വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവും. സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കും. നമുക്ക് എന്താ പറയുക, കുളിച്ചിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിന്ന് നല്ല, വേറെ എന്തെങ്കിലും ക്രീമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ശ്വസിക്കാൻ പോലും പറ്റുണ്ടാവുമോ എന്ന് തോന്നിപ്പോകും നമുക്ക് ചിലപ്പോൾ സ്കിന്നിലല്ലേ. ഒന്ന് കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഫേസിലോട്ട് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യില്ല അല്ലേ. പക്ഷേ ഈ ഒരു സെറ്റാഫിൽ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ഇട്ടതായിട്ട് അറിയേയില്ല. ഇട്ട ഉടനെ ചെറുതായിട്ടൊരു ഓയിൽനെസ് ഫീൽ ചെയ്യും, പക്ഷെ അപ്പം തന്നെ അത് അങ്ങ് അബ്സോർബ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സെറ്റാഫിൽ എന്ന് പറയുന്നത് ഫേവറേറ്റ് ആണ്. ഇത് യൂസ് ചെയ്യാൻ ഞാൻ കുറച്ച് പേർക്ക്, എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അല്ലാതെ എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാറ്, നമുക്കിപ്പോൾ ഒരാളൊരു നല്ലൊരു മോയ്സ്ചറൈസർ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്തത് തന്നെ ആകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉള്ളതാകുമ്പോൾ ഒരു പറഞ്ഞു കൊടുക്കാനായിട്ടൊരു സന്തോഷമാണ്. അതിൽ ഈ സെറ്റാഫിൽ എന്ന് പറയുന്നത് മുന്നേ തന്നെയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ നന്നായിട്ട് മാറി, നല്ല സോഫ്റ്റായി. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലായി. ഞാനിപ്പോൾ വേറെ ഒരു സാധനം എൻ്റെ ഫേസിൽ ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം, ഒരു പൊട്ടും വെച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേറൊരു സാധനം എൻ്റെ സ്കിന്നിൽ ഇട്ടിട്ടില്ല. ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല, സ്കിന്ന് നല്ല ഗ്ലോ ആവും. നമ്മൾ അപ്ലൈ ഡെയിലി ഒരു 1 വീക്ക് നിങ്ങളൊന്ന് ഇത് ഫോളോ ചെയ്ത് നോക്കും. സ്കിന്ന് നല്ല ക്ലിയർ ആവും. സെറ്റാഫിലിന് ഇതുവരെ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള റിവ്യൂ, എത്ര പേര് യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത് എനിക്കറിയില്ല, പക്ഷെ ഇതുവരെ ഒരു റോങ് ആയിട്ടുള്ളൊരു ആർക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായി എന്നുള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം തന്നെ നമുക്ക് അറിയാലോ വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമാണെന്നുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, അപ്പോൾ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിൽ ഇച്ചിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു സെൻസിറ്റീവ് ആണെങ്കിലൊക്കെ പല പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ സെറ്റാഫിലൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സ്കിന്നിന് ടെക്സ്ചറേ നന്നായി കിട്ടും. നമ്മളിതൊരു എന്താ പറയുക, കോസ്മെറ്റിക്സിലോ അങ്ങനെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇതൊരു മോയ്സ്ചറൈസറാണ്, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ശരിയാക്കാനാണ്. അല്ലാണ്ട് സ്കിന്നിൻ്റെ ഭംഗി കൂട്ടണം, അങ്ങനെ കളർ, അതൊന്നുമല്ല. നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയി, നല്ലൊരു നോർമൽ സ്കിന്നായി, നല്ല ഗ്ലോ വന്നിട്ടിരിക്കുമല്ലോ. അല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയി, മൊരിച്ചൽ, ഇച്ചിങ്, അതിനെക്കാട്ടൊക്കെ എത്രയോ നല്ലതല്ലേ നമ്മൾ ഉള്ള സ്കിൻ ടോണൊന്ന് ലെവലാക്കി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, ഓക്കെ, ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാഫിൽ യൂസ് ചെയ്യാം ധൈര്യമായിട്ട്. അപ്പം ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ അതിന്. എനിക്കിതിലൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റാഫിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മഴക്കാലത്താണ് അധിക പേർക്കും സ്കിന്ന് ഡ്രൈനെസ്സും അതേപോലെ ഒരു വെലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതൊക്കെ നമ്മൾ പറയും, അത് സെറ്റാഫിൽ മോയ്സ്ചറൈസറിൻ്റെ ഒരു റിവ്യൂ ഒക്കെ പറയണോ, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ സ്കിന്നുള്ളവർക്ക് അറിയാം, ഈ മഴക്കാലം തണുപ്പൊക്കെ വരുമ്പോൾ അവരുടെ സ്കിന്ന് വെലിഞ്ഞ് ടൈറ്റ് ആവുന്നതും പൊട്ടുന്നതും അതേപോലെ ചൊറിയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെയുള്ളവരെങ്കിലും ഒന്ന് സെറ്റാഫിൽ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരാളെ അടിച്ചേൽപ്പിച്ച് യൂസ് ചെയ്ത് നോക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെറ്റാഫിലിൻ്റെ കാര്യത്തിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, യൂസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്നുള്ളത് ധൈര്യമാണ്. എല്ലാ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്തിട്ട്, അതിനുള്ള എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളതും ഉണ്ട്. പക്ഷേ ഈ ഒരു സെറ്റാഫിൽ ലോഷൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ്. നോർമൽ ടു കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇത് ഫേസിലും നമ്മളെ കയ്യിലോ കാലിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിത് ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വേറൊരു ട്യൂബിൽ വരുന്നതുണ്ട്, ഫേസിൽ യൂസ് ചെയ്യുന്നത്. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അത് സ്കിൻ ടൈപ്പ് ഒന്ന് നോക്കുക. പക്ഷേ ഈ ഒരു സെറ്റാഫിൽ എന്ന് പറയുന്നത് നമുക്ക് നോർമലും കോമ്പിനേഷനും സെൻസിറ്റീവും ആയിട്ടുള്ള സ്കിന്നിന് പറ്റുന്നതാണ്. ഓയിൽ സ്കിന്നിന് വേറെ തന്നെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിന്നുള്ളവർക്ക് പോലും സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ നല്ല യൂസ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ, ബൈ.